ഭാവിയിൽ മലയാള സിനിമയിൽ നിന്നും ഒരുപാട് സിനിമാറ്റിക് യൂണിവേഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ അടുത്തിടെ OTT റിലീസായി. പൊതുവേ നമ്മൾ പടക്കം സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. പക്ഷേ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ സിനിമ ആയതുകൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗം കൂടിയായിരുന്നല്ലോ ഈ സിനിമ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ മറ്റ് സിനിമകളിലേക്ക് പോലെ തന്നെ പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുന്ന കൊലപാതകങ്ങളും അതൊരു സീരിയൽ കില്ലറാണ് ആ കൊലപാതകം നടത്തുന്നത് എന്ന് മനസ്സിലാവുകയും അതിന്റെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ സ്വയം പ്രഖ്യാപിത ലോക്കൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഉജ്ജ്വലന്റെ കഥാപാത്രമായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഉജ്ജ്വലനും ആ നാട്ടിലെ മണ്ടന്മാരായിട്ടുള്ള പോലീസുകാരും ഒക്കെ നടത്തുന്ന ഒരു അന്വേഷണവും അതിന്റെ ഭാഗമായിട്ട് ആ കില്ലറെ പിടിക്കുന്നതും അതിന്റെ ചുരുളഴിയുന്നതും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത്. ഭയങ്കര ഹൈപ്പിലായിരുന്നു സിനിമ പുറത്തിറങ്ങിയത്. കാരണം ഇതൊരു വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ മറ്റ് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിലും സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്റർ റിലീസ് ആയതിനു ശേഷം ഒരു ഏവറേജ് അല്ലെങ്കിൽ ഒരു എബോ ഏവറേജ് അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒട്ടും ഹൈപ്പില്ലാതെയാണ് സിനിമ കണ്ടത്. പക്ഷെ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു OTT പടം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത്. സിനിമയുടെ നൈറ്റ് വിഷ്വൽസ് അല്ലെങ്കിൽ കില്ലർ വരുന്നത്, ആ കൊലപാതകം നടത്തുന്നത്, അതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല വിഷ്വൽസ് ആയിരുന്നു. ആ നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. പടം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പോൾ പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നതും സിമ്പിൾ ആയിട്ടുള്ള ലൊട്ടിലൊടുക്ക് കേസുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമല്ല. നമ്മൾ മറ്റ് കുറേ സീരിയൽ കില്ലർ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സെയിം പാറ്റേൺ, ആ സെയിം രീതിയിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സൂപ്പർ നമ്മളെ ഒരു ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇതിൽ ഇവർ കണ്ടുപിടിക്കുന്നില്ല. അവസാനത്തോട്ട് എത്തുന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തിൽ ഒരു ക്യാരക്ടർ ആർക്ക് സംഭവിക്കുന്നുണ്ട്. ആദ്യം ഇതേപോലെ സിജു വിൽസന്റെ കഥാപാത്രത്തെയും അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വെറും മോഷണങ്ങളൊക്കെ നടത്തുന്ന അവിടുത്തെ അന്തിക്കൂടൻ എന്ന് പറയുന്ന കള്ളനും ഒക്കെ ആയിരിക്കും സീരിയൽ കില്ലർ എന്ന് വിചാരിക്കുന്ന ഒരു സാധാ ഡിറ്റക്റ്റീവ് നിന്ന് അവസാനമാവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സംഭവങ്ങളൊക്കെ ഡീകോഡ് ചെയ്യുന്ന ഒരു ആളിലോട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതത്ര ഭയങ്കര കൺവിൻസിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ടൊന്നും തോന്നിയില്ല. അതേപോലെ ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു ടീസിങ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം പേരുടെയും ശ്രീനിഷിന്റെയും ഒരു സീന് കാണിക്കുന്നുണ്ട്. അവർ വരുന്ന സീന് ഗൗതം ദിവ്യ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് അവർ വരുന്നത്. പിന്നെ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഗൗതം ദിവ്യ നിങ്ങൾക്ക് ഏതാണ് യൂണിവേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ പേളിയുടെ കഥാപാത്രം പറയുന്നുണ്ട് വീക്കെൻഡ് ഒക്കെ അല്ലേ. അതായത് അവർ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ അടുത്ത സിനിമയായിട്ടുള്ള ജാമ്പിയിൽ ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നീലിമലയാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഉത്സവമാണെന്നും അവിടുത്തെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും അവിടുത്തെ ഉത്സവത്തിന്റെ ചെലവൊക്കെ ഗൗതമാണ് വഹിക്കുന്നതും എന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. സോ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ അടുത്ത പടമായിട്ടുള്ള ജാമ്പിയുടെ കഥ നടക്കുന്ന ഗ്രാമമായിരിക്കാം ഈ നീലിമലയാർ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും അവർ കാണിക്കുന്നുണ്ട്, കുട്ടികളും ഒരു മാസ്റ്ററും ഒക്കെ ആയിട്ട്. അവരുടെ അടുത്തും ഇതേപോലെ ധ്യാൻ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഫൈറ്റ്, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നത് മഞ്ചാടിക്കാട് എന്നാണ്. മിന്നൽ മുരളി യൂണിവേഴ്സിലൊരു ഗ്രാമമാണ് മഞ്ചാടിക്കാട് എന്ന് പറയുന്നത്. സോ മിന്നൽ മുരളി റെഫറൻസും അവിടെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ മിന്നൽ മുരളിയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും ജാമ്പിയും എല്ലാം ഒറ്റ യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന കഥ, അവിടുത്തെ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ വരുന്നത്. അതേപോലെ മിന്നൽ മുരളിയിൽ കാണിക്കുന്ന ബലവാൻ സിമൻസിന്റെ ചുവരെഴുത്ത്, ആ പരസ്യം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലും കാണിക്കുന്നുണ്ട് അവർ പല ഭാഗങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു സെയിം കാലഘട്ടത്തിൽ നടക്കുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളുടെ കഥയായിരിക്കും. സിനിമയിൽ കാണുന്ന മറ്റ് സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 90കളിലായിരിക്കും ഈ കഥകളൊക്കെ നടക്കുന്നത്. സിനിമയുടെ ലാസ്റ്റ് ജാമ്പി മൂവിയുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വെളിച്ചപ്പാടാണ് സോംബിയായിട്ട് മാറുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ പേളിയും ശ്രീനിഷും പോകുന്ന നീലിമലയാറിൽ ഉത്സവത്തിനാണെന്ന് ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഉത്സവത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം മേ ബി സോംബി അറ്റാക്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ സിനിമകളിൽ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ജാമ്പി എന്ന് പറയുന്ന സിനിമ കാണാനാണ്. ഒന്നാമത് മലയാളത്തിൽ അത്ര വന്നിട്ടില്ലാത്തൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ സോംബി അറ്റാക്സും അല്ലെങ്കിൽ സോംബി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. സോ അത് ഈ ഒരു വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഇതേപോലത്തെ പ്ലാച്ചിക്കാവ്, മഞ്ചാടിക്കാട് എന്നൊക്കെ പറയുന്ന റൂറൽ ഏരിയ സെറ്റപ്സിൽ നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഈ സംഭവങ്ങൾ വരുമ്പോൾ അതെങ്ങനെ കണക്ട് ആവും, അതെങ്ങനെ നല്ല രസകരമായിട്ടായിരിക്കും സിനിമയിൽ വരിക. എന്തായാലും മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ലേബലിൽ തന്നെ സിനിമകൾ അനൗൺസ് ചെയ്യുന്നതും വരുന്നതും ഒക്കെ. അത് നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയിപ്പോൾ ദുൽഖർ സൽമാന്റെ വേഫാററിന്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നസ്ലിനും കല്യാണി പ്രദർശനും ഒക്കെയാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ ഇനിയും ഭാവിയിൽ ഒരുപാട് യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഒക്കെ മലയാളത്തിലും വരികയും അതൊക്കെ സക്സസ്ഫുൾ ആവുകയും ചെയ്യട്ടെ. അതിനുള്ള ഒരു തുടക്കമായിരിക്കും ചിലപ്പോൾ ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്.